ിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനക്കാർ സ്നേഹിച്ചിരുന്ന സ്വഹാബിയ. പടച്ചവനെ ഈജിപ്തിന്റെ ഗവർണറായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഈജിപ്തിന്റെ ഗവർണറായി പടച്ചവനെ അവിടെ നിന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ക്രിസ്തുമത വിശ്വാസികളുടെ ദൈവമുണ്ടല്ലോ, അവരുടെ വിഗ്രഹമുണ്ടായിരുന്നു. ആരോ ഒരു മനുഷ്യൻ ആ വിഗ്രഹത്തിന്റെ മൂക്ക് മുറിച്ചു മാറ്റി ആ വിഗ്രഹത്തിന്റെ കയ്യവിടന്ന് തല്ലിയൊടിച്ചു. അല്ലാഹുവേ, അതാ അന്നത്തെ അവിടത്തെ ക്രിസ്തുമത വിശ്വാസികൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ കടന്നു വന്നു. ഭരണാധികാരിയാണല്ലോ, അവിടത്തെ ഗവർണറാണല്ലോ. അവര് പറഞ്ഞു, ഇത് ചെയ്തത് മുസ്ലിമീങ്ങളാണ്, ഇത് ചെയ്തത് ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചത് മുസ്ലിമീങ്ങളാ. അതുകൊണ്ട് പടച്ചവനെ, ജനങ്ങൾ മുഴുവനും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ പരാതിയുമായി കടന്നു വന്നു. അംർ ഇബ്നുൽ ആസ് തങ്ങൾക്കറിയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം അങ്ങനെ ചെയ്യാറില്ല. അല്ലാഹുവേ, മുസ്ലിം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ കുറ്റം പറയരുതെന്ന് പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അവരുടെ ദൈവത്തെ കുറ്റം പറയുന്നത് നമ്മുടെ ദൈവത്തെ കുറ്റം പറയുന്നത് പോലെയാ. അവരാരാധിക്കുന്ന ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ നമ്മുടെ റബ്ബിനെ ചീത്ത വിളിക്കുന്നത് പോലെയാ. അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാ, ഇത് വേറെ ആരോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നു. ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, സ്വർണത്തിന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുത്ത്, ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്വർണത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ, മാണിക്യത്തിന്റെ വിഗ്രഹമുണ്ടാക്കി തരാ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിക്കട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അംർ ഇബ്നുൽ ആസ്, ഞങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചവരാ, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ തല്ലി പൊട്ടിച്ചവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചു പ്രതികാരം ചെയ്യണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് നബി ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെക്കണം. നിങ്ങളുടെ പ്രവാചകന്റെ രൂപമുണ്ടാക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് മൂക്ക് മുറിച്ചു മാറ്റണം, ഞങ്ങൾക്ക് ആ കയ്യവിടന്ന് വെട്ടി മാറ്റണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയാണ്, ഈജിപ്തിന്റെ ഗവർണറാണ്. ക്രിസ്തുമത വിശ്വാസികൾ അങ്ങനെ പറയുമ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ വിളിച്ചു പറയുകയാ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കൂല. റസൂലുള്ളാഹിന്റെ രൂപമുണ്ടാക്കാനോ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് മുത്തുനബിയുടെ രൂപമുണ്ടാക്കിയിട്ട് പ്രവാചകന്റെ മൂക്ക് മുറിക്കാനോ, പ്രവാചകന്റെ കൈതല്ലി ഒടിക്കാനോ അവിടെ നിന്ന് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നിൽക്കുന്നവരെ കണ്ടോ, മുസ്ലിമീങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ നിങ്ങൾ മൂക്ക് മുറിച്ചു മാറ്റിക്കോ, ജീവനോടെ നിങ്ങൾ കൈവെട്ടി മാറ്റിക്കോ, ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ. ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുത്തുനബിയുടെ രൂപം പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ആരെ വേണമെങ്കിലും പിടിച്ചോ. പടച്ചവനെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എങ്കിൽ അംർ ഇബ്നുൽ ആസ്, ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെയെങ്കിലും വേണ്ട, ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ അംർ ഇബ്നുൽ ആസ്, നിനക്ക് സമ്മതമാണോ? നിന്റെ മൂക്ക് മുറിക്കാ, നിന്റെ കൈവെട്ടി മുറിച്ചു തരാൻ നിനക്ക് സമ്മതമാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ടവര് പറയുകയാ, മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ, നീ തയ്യാറാണോ? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ മുത്തുനബിക്ക് വേണ്ടി 100 വട്ടം എനിക്ക് സമ്മതമാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ എന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ, എനിക്കൊന്നുമില്ല.
എന്റെ മുത്തുനബിക്ക് വേണ്ടിയല്ലേ, എന്റെ മുത്തുനബിക്ക് വേണ്ടിയല്ലേ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടി. എല്ലാവരും ജനങ്ങളെ മുഴുവനും വിരിച്ചു കൂട്ടി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഒരാൾ പോലും അനങ്ങിപ്പോകരുത്. അവരെന്നെ എന്ത് ചെയ്താലും, അവരെന്നെ വെട്ടി നുറുക്കിയാലും നിങ്ങളൊരൊറ്റ മനുഷ്യൻ പോലും അനങ്ങിപ്പോകരുത്. അല്ലാഹുവേ, അവിടുത്തെ ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എല്ലാവരോടും പറഞ്ഞു. എല്ലാരും വല്ലാത്ത സങ്കടത്തിലാ, എല്ലാരും വല്ലാത്ത സങ്കടത്തിലാ. പിറ്റേ ദിവസം ഒരു സ്ഥലം വിളിച്ചു കൂട്ടി. അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ, സഹാബത്ത് മുഴുവനും കരയുകയാ. എല്ലാവരുടെയും കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ചവനെ ജീവനോടെ നിർത്തിയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി വാളുമായി കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് അവിടുത്തെ മൂക്ക് ജീവനോടെ പച്ചയായിട്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി വലിച്ചൂരുമ്പോ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചിരിക്കുകയാ. കരയുന്നില്ല, പേടിക്കുന്നില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നെഞ്ച് വിരിച്ചിട്ടവരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. വാളൂരിയവൻ പോലും അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ മുഖത്ത് നോക്കുകയാ. പടച്ചവരെ, അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഇത് മുത്തുനബിക്ക് വേണ്ടിയാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണല്ലോ എന്റെ മൂക്ക് കൊടുക്കുന്നത്, എന്റെ കൈ കൊടുക്കുന്നത്, എന്റെ ജീവൻ കൊടുക്കുന്നത് എന്റെ റസൂലുള്ളാഹിന് വേണ്ടിയാണല്ലോ. കരളിന്റെ കഷ്ടമായ മുത്തുനബിക്ക് വേണ്ടിയാണല്ലോ. ഈ അംർ ഇബ്നുൽ ആസിന് ഇതിനെക്കാളും എന്ത് ഭാഗ്യമാണ്, ഇതിനെക്കാളും എന്ത് ഭാഗ്യമാണ്. നാളെ മുത്തുനബിയുടെ കൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തില് എനിക്ക് മുത്തുനബിയുടെ ചാരത്തെത്താമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വമയ്യുതഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. പടച്ചവരെ, എന്റെ മുത്തുനബിയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാമല്ലോ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുമ്പോ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉറയിൽ നിന്ന് വാടൂരിയ മനുഷ്യനുണ്ടല്ലോ. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ ചിരി കണ്ടിട്ട്, അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ ചിരി കണ്ടിട്ട് ആ കാൽച്ചുവട്ടിലേക്ക് ആ വലിച്ചൂരിയ വാള് വെച്ചിട്ട് പറയുകയാ, അംർ ഇബ്നുൽ ആസ്, ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്, ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ന് നന്നാകാനാ, ഇനി ഞാനെന്ന് നന്നാകാനാ. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ കയ്യിൽ പിടിച്ച് അവിടുത്തെ ചിരി കണ്ടിട്ട്, അവിടുന്ന് മുത്തുനബിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് മുറിക്കാൻ, അവിടുത്തെ മൂക്ക് മുറിക്കാൻ വാളൂരിയ മനുഷ്യൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോ ചിരിച്ചോണ്ട് നിൽക്കുക. ആർക്ക് വേണ്ടി? തന്റെ നേതാവിന് വേണ്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ പറയാ, ഈ സ്നേഹം കണ്ടിട്ട് ഞാൻ നീ നന്നാകില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ? ആ കാൽച്ചുവട്ടിൽ വീണു ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് മുസ്ലിം, അതാണ് നബിയോടുള്ള മഹബത്ത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിറച്ചു തരുമാറാകട്ടെ. നാളെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന്
സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാസ് വാങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഹൗലുൽ കൗസറിലെ വെള്ളവും വാങ്ങി കുടിച്ച് മുത്തുനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ്ബ് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ആ മുത്തുനബിയുടെ മുഖം കണ്ടു മരിക്കാൻ, ആ സറഫാക്കപ്പെട്ട മുഖം കണ്ടു മരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, ഒരിക്കൽ രാത്രി നോക്കുമ്പോൾ നബിയെ കാണാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ദിവസം 9 ഭാര്യമാരുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഭാര്യമാർക്കുള്ളതാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത് കിടക്കണ ഭർത്താവിനെ കാണാനില്ല. ഭാര്യമാരങ്ങനെ തിരയാറില്ലേ? തിരയാറില്ലേ? സ്നേഹമുള്ള ഭാര്യമാര് തിരയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇപ്പത്തെ പെണ്ണുങ്ങൾ തിരയും, കാക്ക അടുത്ത് തന്നെ ഉണ്ടോ, വേറെ കൊണ്ടൊരു പോയി പതിലാടാൻ പോയോ? അങ്ങനെയല്ല. ആയിഷ ബീബി റളിയല്ലാഹു രണ്ടുപേരും ചേർന്ന കിടക്കണേ. ഇപ്പൊ ഇങ്ങനെ തപ്പി നോക്കി ഉറക്കത്തിൽ അല്ലാഹ് മുത്തുനബിയെ കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ച്, വേറെ ഭാര്യമാരുണ്ട്, അവിടെ കാണാൻ പോയതാണോ? ഇല്ല, അവിടെ നിന്ന് എഴുന്നേറ്റു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സുജൂദിൽ ഇരുന്ന് കിടന്ന് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. തന്റെ ഭാര്യ പോലും വിളിച്ചുണർത്താതെ രഹസ്യമായിട്ട് അവിടെ ഇബാദത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ചെയ്യുന്ന ഇബാദത്തിന് പ്രതിഫലം കൂടുതലാണ്. എന്തേ നേട്ടമെന്നറിയുമോ? എന്തേ നേട്ടമെന്നറിയുമോ? ഭാര്യ വിളിച്ചുണർത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പടച്ചവൻ, നീ നിസ്കരിച്ചതിന് ശേഷം നിന്റെ ഭാര്യ ചെന്നിട്ട് വിളിച്ചു, ആമിന എഴുന്നേക്ക് പൊന്നുമോളെ, 2 റക്അത്ത് നമസ്കരിക്ക് പൊന്നുമോളെ. അത് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതിന്റെ മഹത്വം നിനക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? രാവിലെ വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുകയാണ്. അവിടെ നിന്ന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോയി ഒളുവെടുത്തു. എന്നിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട്, പെണ്ണെ എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണെ, സുബഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തിനു വേണ്ടി എന്നറിയുമോ? വെറുതെ പറഞ്ഞതല്ല. എനിക്കും അല്ലാഹുവിനെ മാത്രം അറിയുന്ന ഒരു സൽക്കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബക്കാർക്കും ഈ ലോകത്ത് ഒരു ഇൻസാനും അറിയില്ല. നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യം, നിനക്കും അല്ലാഹുവിനും മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് നിന്റെ ജീവിതത്തിൽ വേണം. അത് എന്തുമാകട്ടെ, അത് എന്തുമാകട്ടെ, പ്രതിഫലം എന്തെന്നറിയോ? ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, അല്ലാഹുവേ, ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണല്ലോ. ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും അത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് യാതൊരു പ്രയാസവുമില്ല. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. അതുകൊണ്ടാ വെള്ളിയാഴ്ച കഹ്ഫോത്. നീ കൊറോണ വരുമെന്ന് നീ പേടിക്കണ്ട. അടുത്ത വെള്ളിയാഴ്ച വരെ റബ്ബ് നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിനകത്തൊരു ചരിത്രം കാണാ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 ചെറുപ്പക്കാര് 3 മനുഷ്യരുടെ ഒരുമിച്ച് യാത്ര ചെയ്ത 3 ആൾക്കാരുടെ ചരിത്രം സൂറത്തുൽ കഹ്ഫില് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 മനുഷ്യരുടെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വെറുതെ അല്ല അല്ലാഹ് എഴുതി വെച്ചേ. ഈ ഖുർആൻ പറയുന്ന ഈ കഥകൾ വെറുതെ കഥപുസ്തകമല്ല. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 3 ആൾക്കാരുടെ കഥ പറയുകയാണ്. ഈ 3
പേരും ഒരുമിച്ച് യാത്രക്കാരാണ്. പടച്ചവനെ, അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ വല്ലാത്ത മഴയും കാറ്റും, വല്ലാതെ കാലാവസ്ഥ വളരെ വ്യത്യാസമാവുകയാണ്. കാലാവസ്ഥ വല്ലാത്ത വ്യത്യാസമായി. അവര് വൈകുന്നേര സമയമായി. അവസാനം വലിയ യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 3 പേരും കൂടെ മലയുടെ താഴ്ത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ മലയുടെ സൈഡില് ഒരു ചെറിയ ഗുഹ കാണുകയാണ്. പടച്ചവനെ, ആ ഗുഹയ്ക്കകത്തേക്ക് 3 പേരും കൂടെ കയറി കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, മുകളിൽ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീഴുകയാണ്. അവിടെ നിന്നൊരു പാറ വന്ന് താഴേക്ക് വീണു. ഇവര് 3 പേരും ഇരിക്കുന്ന ഗുഹയുടെ കവാടമങ്ങടയുകയാണ്. പടച്ചവനെ, എത്ര നോക്കിയിട്ടും ആ കവാടത്തിൽ നിന്ന് കല്ലു മാറ്റാൻ കഴിയുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടും ആ പാറ മാറ്റാൻ കഴിയുന്നില്ല. ഇനി ഒരു വഴിയുമില്ല. ഇനി അള്ളാഹുവിന്റെ സഹായമല്ലാതെ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമല്ലാതെ ഈ കൊടുങ്കാറ്റിൽ ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന നമ്മളെ ആര് രക്ഷിക്കാരാ? ആരാ ഈ പാറയൊന്നെടുത്തു മാറ്റി തരുന്നത്? ഒരു വഴിയുമില്ല. 3 പേരും പ്രയാസത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതിനകത്തൊരു അറിവുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സ്വീകരിച്ചെന്നുറപ്പുള്ള, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത ഏതെങ്കിലും ഒരു സൽക്കർമ്മം നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞിട്ട് ദുആ ചെയ്യാ. അവിടെ നിന്ന് 3 പേരും തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, അതാ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബേ, എന്നെ കുറിച്ച് നിനക്കറിയാമല്ലോ തമ്പുരാന്. ആ മനുഷ്യന് മാതാപിതാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാ. തന്റെ മാതാപിതാക്കളോട് വല്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും പോലും ഭക്ഷണം കൊടുക്കൂല. പടച്ചവനെ, ആ മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് പാല് കറക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് ഏതു ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഉമ്മയ്ക്ക് കൊടുക്കണം. ഉമ്മായിക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാത്ത മകൻ ഇന്നും അങ്ങനെയുണ്ട് സഹോദര. എത്രയോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്ന ഉമ്മയും ബാപ്പയുമുള്ള വീടുകളിലേക്ക് സ്നേഹനിധികളായ മക്കള് കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് ഭാര്യയോട് ചോദിക്കും, വാപ്പായിക്ക് ഭക്ഷണം കൊടുത്തോ, ഉമ്മായിക്ക് ഭക്ഷണം കൊടുത്തോ? ഇല്ലെങ്കിൽ ഉമ്മാടെ റൂമിൽ പോയിരുന്നിട്ട് ചോദിക്കും, ഉമ്മ ഭക്ഷണം കഴിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമുള്ള മക്കളെങ്ങനാട് കഴിച്ചില്ലെന്ന് പറഞ്ഞ മോനെ നീ വരട്ടടാ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. സ്വന്തം ഭാര്യ പോലും നമ്മളെ എങ്ങനെ കാത്തിരിക്കാറില്ല. എന്നാ വാപ്പയും ഉമ്മയും പ്രായമുള്ളവർ മോനെ നീ വരട്ടെ എന്ന് കരുതിയിരിക്കുകയാണ്. അവസാന ഭക്ഷണവും എടുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ചാരത്ത് ചെന്ന് ഉമ്മാടെ വായിലേക്ക് പടച്ചവനെ മോൻ വാരി വെച്ച് കൊടുക്കുന്നു, മോന്റെ വായിലേക്ക് ഉമ്മ വെച്ച് കൊടുക്കുന്നു. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്റെ മാതാവിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പടച്ചവര്. നിനക്കറിയാമല്ലോ അല്ലാ, നിനക്കറിയാമല്ലോ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. ഉമ്മായിക്ക് പാലെന്തുണ്ടെങ്കിലും അവിടെ നിന്ന് പാല് കറന്നിട്ട് ആ പാല് ആദ്യം ഉമ്മായിക്ക് കുടിക്കാൻ കൊടുക്കും. എന്നിട്ടേ ഭാര്യയ്ക്കും മക്കൾക്കും ഈ മനുഷ്യൻ കൊടുക്കാറുള്ളൂ. പടച്ചവനെ, ഒരു ദിവസം വിറക് ശേഖരിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് സമയം ഒരുപാട് താമസിച്ചു പോയി. വിറകുമായി തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഓടിച്ചെന്നിട്ട് പാല് കറന്നു. അവിടെ നിന്ന് പാല് ചൂടാക്കിയിട്ട് ഉമ്മാടെ മുന്നിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും മോൻ കൊടുക്കുന്ന പാല് കുടിച്ചിട്ടാ ഉമ്മ കിടന്ന് ഉറങ്ങാറ്. ആ മനുഷ്യനതാ പാലും എടുത്തുകൊണ്ട് ഉമ്മാടെ മുന്നിലേക്ക് വരുമ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ കിടന്നുറങ്ങിപ്പോയി. ആ മനുഷ്യന്റെ കണ്ണുകൾ നിറയുകയാണ്.
പറയുകയാണ്, റബ്ബേ എൻ്റെ ഉമ്മ പട്ടിണി കിടന്നുറങ്ങിയല്ലോ, പടച്ചവനെ ഉമ്മാനെ പോയി വിളിച്ചില്ല. ഉറങ്ങുന്ന ഉമ്മാനെ ശല്യം ചെയ്യാൻ, ഉറങ്ങുന്ന ഉമ്മാനെ എങ്ങനെ വിളിച്ചുണർത്താനാ? ഈ മനുഷ്യനതാ ഉമ്മാനെ വിളിച്ചുണർത്താതെ ആ പാലും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ പിഞ്ചു മക്കളുണ്ടല്ലോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ കാലിൽ പിടിച്ചു കിടന്ന് കരയുകയാ. സ്വന്തം മക്കള് ആ മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുകയാ. വിശന്നിട്ട് ഉമ്മാക്ക് കൊടുക്കാതെ മക്കൾക്കും കൊടുക്കൂല. ആ മനുഷ്യൻ അതേ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, വെറുതെ പറഞ്ഞതല്ല. ഈ മനുഷ്യന്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ്. പിഞ്ചുമക്കള് പോലും കാൽച്ചുവട്ടിൽ കിടന്ന് വിശന്ന് കരഞ്ഞപ്പോ പോലും കൊടുത്തില്ല. കാരണം എന്നും ഉമ്മ കുടിച്ചതിന് ബാക്കിയല്ലേ കുടിക്കാറുള്ളത്. അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് ഉണരുന്നത് വരെ, ഉമ്മ ഉണരുന്നത് വരെ ഞാനോ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും സഹോദരാ? ഒന്നുകിൽ കിടന്നുറങ്ങുന്ന ഉമ്മാനെ വിളിച്ചുണർത്തിയിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഉമ്മ ഉറങ്ങിയില്ലേ ഭാര്യക്കും മക്കൾക്കും കൊടുക്കും. ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ല. ആ പാലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉണർന്നപ്പോ ഓടിച്ചെന്ന് തന്റെ ഉമ്മയ്ക്ക് കുടിക്കാൻ പാല് കൊടുത്തു. എന്നിട്ടാണ് തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്തത്. ഈ മനുഷ്യനാ ഗുഹയ്ക്കകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇത് നിനക്കറിയുന്ന രഹസ്യമാണല്ലോ, പടച്ചവനെ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണല്ലോ. അല്ലാഹുവേ ഇതിനകത്ത് നിന്നൊന്ന് രക്ഷപ്പെടുത്തുന്നതാ. ഈ മനുഷ്യനവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ എത്ര പരിശ്രമിച്ചിട്ടും മാറാത്ത പാറയുണ്ടല്ലോ, അവിടുന്ന് നനങ്ങുകയാണ്, അവിടുന്ന് പാറയും നനങ്ങുകയാണ്. പക്ഷേ ഒരാൾക്കും വെളിയിലേക്ക് പോകാൻ കഴിയില്ല. പാറ കുറച്ചു മാറി ഒരാൾക്കും ഇറങ്ങാൻ കഴിയില്ല. ഈ മനുഷ്യൻ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ പാറ അവിടുന്ന് നീങ്ങുകയാണ്. രണ്ടാമത്തെ മനുഷ്യൻ അവിടുന്ന് ചിന്തിച്ചു, റബ്ബേ ഞാൻ എന്തേ ദുആ ചെയ്യേണ്ടത്? അവസാനം ആ മനുഷ്യൻ അവിടുന്ന് ഒരു അമല് കണ്ടെത്തി, ഒരു രഹസ്യമായിട്ടുള്ള ഒരു അമല് കണ്ടെത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ ഒരു വലിയ സമ്പന്നനായിരുന്നു. ആ മനുഷ്യൻ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. എല്ലാവരും ജോലി ചെയ്തു. പക്ഷേ ഒരേ ഒരു മനുഷ്യൻ മാത്രം ശമ്പളം വാങ്ങിയില്ല. ജോലി ചെയ്യാൻ ആളുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവസാനം ശമ്പളം എടുത്തു കൊടുക്കാൻ സമയമായപ്പോ ആ മനുഷ്യൻ ശമ്പളം വാങ്ങാതെ പോയി. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ സമ്പാദ്യം അവിടെ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കാണാതെ വന്നപ്പോ തന്റെ കച്ചവടത്തിലേക്ക് അതാ ആ വച്ചിരുന്ന ശമ്പളം എടുത്തിടുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്തു. ഒരുപാട് സമ്പത്തായി, ഒരുപാട് പണമായി. ഒരു ദിവസം യാദർശികമായി തന്റെ വീട്ടിലെ ജോലി ചെയ്തിരുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, അബ്ദുല്ലാ എന്റെ ശമ്പളം തരുവോ? ഞാനെന്ന് ചെയ്ത ജോലിയുടെ ശമ്പളം തരുവോ? ആ മനുഷ്യൻ പറയുന്നു, ആ മലഞ്ചെരിവിൽ നിൽക്കുന്ന മൃഗങ്ങൾ കണ്ടോ, ഇത് മുഴുവനും നിന്റെ ശമ്പളമാണ്, പോയി എടുത്തുകൊള്ളുക. ഈ മനുഷ്യൻ പോലും ചോദിക്കുന്നു, അബ്ദുല്ലാ നീ എന്നെ പരിഹസിക്കുകയാണോ? നീ എന്നെ കളിയാക്കുകയാണോ? എന്റെ ചെറിയ ശമ്പളം ചോദിച്ചപ്പോ ഈ കാണുന്ന പശുവും ഒട്ടകവും ആടല്ല എന്റേതാണെന്ന് നീ പറയുന്നല്ലോ, എന്നെ പരിഹസിക്കുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല. നിന്റെ ശമ്പളം ഞാനിവിടെ മാറ്റിവെച്ചിരുന്നു. നിന്നെ കാണാതെ വന്നപ്പോ അത് ഞാൻ എന്റെ കച്ചവടത്തിൽ ബിസിനസ്സിലേക്ക് ഇട്ടു. അതിൽ നിന്നുണ്ടായ